കേരളത്തിൻ്റെ വാണിജ്യ ഹൃദയമായ കുന്നംകുളം. എന്നാൽ ഈ നഗരത്തിൻ്റെ തിരക്കുകൾക്കപ്പുറം ചരിത്രത്തിൻ്റെ ഏടുകളിൽ ആരും ഉറക്കെ പറയാത്ത ചില നിഗൂഢതകളുണ്ട്. അവിടെയാണ് ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന പേരും കറുത്തച്ചനൂട്ട് എന്ന നിഗൂഢ സേവയും ചർച്ചയാകുന്നത്. ഇത് വെറുമൊരു മിത്താണോ, അതോ ഇതിനു പിന്നിൽ ലോകം ഭയക്കുന്ന ഇലുമിനാറ്റിയുടെ വേരുകളുണ്ടോ? നമുക്ക് പരിശോധിക്കാം. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സുഗന്ധവ്യഞ്ജന വ്യാപാരിയായിരുന്നു ഇട്ടിക്കോര എന്ന് പറയപ്പെടുന്നു. ഗണിതശാസ്ത്രത്തിലും കച്ചവടത്തിലും അഗ്രഗണ്യൻ. എന്നാൽ ഇട്ടിക്കോര വെറുമൊരു വ്യാപാരിയായിരുന്നില്ല. ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന രഹസ്യ സംഘടനയായ ഇലുമിനാറ്റിയുടെ ആദ്യകാല കണ്ണികളിൽ ഒന്നായിരുന്നു എന്ന് ചില സിദ്ധാന്തങ്ങൾ അവകാശപ്പെടുന്നു. ആന്റി ക്രൈസ്റ്റ് അഥവാ ക്രിസ്തുവിരുദ്ധ സങ്കല്പങ്ങളെ ആരാധിക്കുന്ന ഒരു രഹസ്യ സംഘത്തിന്റെ തലവനായിരുന്നു ഇട്ടിക്കോര എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇട്ടിക്കോരയെ പിന്തുടർന്നവർ രഹസ്യമായി നടത്തുന്ന ആചാരമാണ് കറുത്തച്ചനൂട്ട്. ഇതിനെയാണ് ഇട്ടിക്കോര സേവ എന്ന് വിളിക്കുന്നത്. സാധാരണ ആരാധനാ രീതികളിൽ നിന്നും തികച്ചും വിപരീതമായ ബ്ലാക്ക് മാസ് മാതൃകയിലുള്ള ഒരു ചടങ്ങാണിത്. മനുഷ്യമാംസം പോലും നിവേദ്യമായി നൽകപ്പെട്ടിരുന്നു എന്ന അതിഭീകരമായ കഥകൾ ഈ സേവയെ ചുറ്റിപ്പറ്റിയുണ്ട്. നന്മയേക്കാൾ തിന്മയുടെ ശക്തികളെ പ്രീതിപ്പെടുത്താനും അമാനുഷികമായ അറിവുകൾ നേടാനുമാണ് ഈ വഴിപാടുകൾ നടത്തുന്നത്. കുന്നംകുളത്തെ പഴയ തറവാടുകളുടെ ഭൂഗർഭാറകളിൽ ഇപ്പോഴും ഇത്തരം സേവകൾ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും നമുക്കിടയിലുണ്ട്. നോവലുകളിലെ കഥാപാത്രമാണോ അതോ ചരിത്രത്തിലെ മറയ്ക്കപ്പെട്ട സത്യമാണോ ഇട്ടിക്കോര? കറുത്തച്ചനൂട്ട് എന്നത് കേവലം സങ്കല്പമാണെന്ന് ചരിത്രകാരന്മാർ പറയുമ്പോഴും ലോകം നിയന്ത്രിക്കുന്ന നിഗൂഢ ശക്തികളുടെ കളിത്തട്ടായി കുന്നംകുളം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. ഈ രഹസ്യങ്ങൾ ഇന്നും അനാവരണം ചെയ്യപ്പെടാത്ത ഒന്നായി അവശേഷിക്കുന്നു. നിഗൂഢമായ ഈ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക.